ഹായ്, എൻ്റെ പേര് വിപിത എന്നാണ്. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ ഇന്ന് കോട്ടയത്ത് വരുന്ന ലുലുവിൽ വരും എന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയാണ്. എനിക്ക് അവിടെ വന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് വന്ന് നിനക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ പെട്ടെന്ന് സ്റ്റോറിയിൽ കണ്ടത് ഇവിടെ വരുന്നുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. നീ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എന്നെ പറയേണ്ടത് ഒരുപാട് സന്തോഷം വന്നതിൽ. അതിൻ്റെ ഞങ്ങൾ ആക്ച്വലി ഇന്നലെ രാത്രിയാണ് ഞാനും അറിയുന്നത് കോട്ടയത്ത് ലുലു മോളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാരണം മറ്റൊന്നുമല്ല, കോട്ടയത്തുള്ള ആൾക്കാരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്. അതൊരിക്കലും അവരുടെ തെറ്റുകൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ബേസിൽ അവിടെ കോട്ടയത്ത് ലുലു മോളിൽ വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ അവിടെ ഇച്ചിരി തിരക്കൊക്കെ കൂടി. അപ്പോൾ അങ്ങനെ തിരക്കൊക്കെ കൂടുമ്പോൾ നമുക്ക് സിനിമ പ്രൊമോട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് പ്രൊമോട്ട് ചെയ്ത് പോകണം എന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ തല്ലുമാലയ്ക്ക് പോയ സമയത്താണെങ്കിലും അവിടുത്തെ ഹൈലൈറ്റ് മോളിൽ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾക്ക് പരിപാടി നടത്താൻ പറ്റാതെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് അവിടെ ആരുടെയെങ്കിലും ഒരു ചെറുവിരലിൻ്റെ നഖത്തിനൊരു പരിക്ക് പറ്റിയാൽ പോലും അത് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ട്രോമയായിരിക്കും. അപ്പോൾ അത് കോട്ടയത്തും നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഇന്നലെ രാത്രി അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. പോലീസിൻ്റെ ഭാഗത്തുനിന്നും അവിടെ അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവരുത്, ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ പോയേക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്കത് മാറ്റി ഇവിടേക്ക് മാറ്റേണ്ടി വന്നത്. ഇമ്മീഡിയറ്റ്ലി തന്നെ ലുലു അവർ തന്നെയാണ് അവിടെ നിന്ന് മാറ്റി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇത്ര എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ജനുവരിയിൽ 2-ന് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂവി റിലീസാണ്. അപ്പോൾ ഇപ്പോൾ ടൊവിയുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ടൊവിനോ 2.2 എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് വൈറലാകുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, കണ്ടു കാണും. കേട്ടില്ല ഒന്നുകൂടെ പറഞ്ഞു. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ടൊവിനോ 2.2 എന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ വൈറലാകുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏത് വീഡിയോസ് ആണ്? ടൊവിനോ 2.0 എന്ന് പറഞ്ഞ വേറെ ഒരു അപരൻ ഐഡന്റിറ്റി, ടൊവിനോയുടെ ഐഡന്റിറ്റി വെച്ചിട്ട് വേറെ ഒരു അപരൻ അങ്ങനെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഞാൻ അങ്ങനെ ടൊവിനോ 2.0 എന്നുള്ള അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയുകയും നമ്മളെ പറ്റിയിട്ടൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിലേക്ക് എത്രത്തോളം സ്നേഹം കിട്ടിയാലും നമുക്കൊന്നും മതിയാവില്ല. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സൂപ്പർമാൻ ആവണം എന്ന് ആഗ്രഹിച്ചത് അത് പറക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, സൂപ്പർമാനെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതിന് പറ്റിയില്ല, അതിന് പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്കതിന് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ല, സൂപ്പർമാൻ ഒന്നും ആവാൻ പറ്റില്ല. പക്ഷെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ അന്ന് മുതൽ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ വളരെ എന്താ പറയുക, സന്തോഷം തരുന്ന അൺകണ്ടീഷണൽ ലവ് അത് അബണ്ടൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ്. അതിന് നമുക്ക് തിരിച്ച് ഓരോരുത്തർക്കും തരാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും നല്ല നല്ല സിനിമകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട്. ഓരോരുത്തരോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് റിട്ടേൺ എനിക്ക് തരാൻ പറ്റുന്നത് എൻ്റെ സ്നേഹമാണ് ഞാൻ സിനിമകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. Thank you very much, Tommy. We only have one more question, okay? അധികം ബുദ്ധിമുട്ടിക്കില്ല. ഒരു ക്വസ്റ്റ്യനും കൂടി അവിടെ ആർക്കോ ചോദിക്കാനുണ്ട്. So we can just pass the mic. Yes, അല്ലല്ല, അവിടെ മൈക്ക് ഉണ്ട്. ഓക്കെ, പേരൊന്ന് പറയുമ്പോൾ. എൻ്റെ പേര് ഉണ്ണിമായ നാരായണൻ സർ. ഹലോ ഉണ്ണിമായ. ഹലോ ഉണ്ണിമായ. ഹായ് സർ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എക്സൈറ്റഡ് ആണ് സർ എല്ലാവരെയും കണ്ടതിന്. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, സാർ ഒരുപാട് ഹീറോയിൻസുമായിട്ട് ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. സോ തൃഷ മാമുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഞാൻ പലതരം സിനിമകൾ ചെയ്തിട്ടുണ്ട്, പല ആളുകളോട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരുപോലെ ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ്. ഈ സിനിമയിലാണെങ്കിലും ഇപ്പോൾ വിനയ് സാറാണെങ്കിലും തൃഷ മാം ആണെങ്കിലും അവർ മറ്റ് ഇൻഡസ്ട്രികളിൽ തിരക്കിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ആകർഷകരായിട്ടാണ് അവർ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീനുകളുള്ളതും ഇവർ രണ്ടുപേരുടെയും കൂടെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ താരതമ്യേന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഒരു എക്സ്ട്രാ വാഗൻസിയുടെ ഒക്കെ അങ്ങനത്തെ ഒപ്പുലൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇവർക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് നമ്മളുടെ കൂടെ, കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ, ഇത്ര അംബീഷ്യസ് ആയിട്ട് സിനിമ അച്ചീവ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
പല കാര്യങ്ങളിലും ഓവർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് തൃഷ മാം ആണെങ്കിലും വിനയ് സാർ ആണെങ്കിലും നമ്മുടെ കൂടെ നിന്നു. അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ജനുവരി 2-ാം തീയതി പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ഐഡന്റിറ്റിയുടെ സെറ്റിലായിരുന്നു. ഇത്തവണ ഇനിയിപ്പോൾ ന്യൂ ഇയറിന് നമുക്ക് അതുപോലെ തന്നെ ഈ വർഷത്തെ ന്യൂ ഇയറിൽ ഏറ്റവും വലിയ വിശേഷവും ഇതാണ്. മിക്കവാറും റിലീസിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ റിലീസിന് ശേഷം പ്രമോഷൻസിൻ്റെ ഭാഗമായിട്ട് തൃഷ മാം കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ.